وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَّغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഇനിയും ഓർക്കുക, നാം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ കാണുന്ന ഈ നഗരത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ. അതിലെ ഉൽപ്പന്നങ്ങൾ സുഭിക്ഷമായി യഥേഷ്ടം ആഹരിച്ചുകൊള്ളുവിൻ. എന്നാൽ പ്രണാമം ചെയ്തുകൊണ്ടാവണം നഗരകവാടം കടക്കുന്നത്, ഹിത്വ ഹിത്വ എന്നുരുവിട്ടുകൊണ്ടും. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നാം പൊറുക്കുന്നതാകുന്നു. സുഹൃതികൾക്കുള്ള ഔദാര്യം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രസ്തുത നഗരം ഏതെന്ന് ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചിരിക്കുന്ന സംഭവ പരമ്പരകൾ നടക്കുന്ന കാലത്ത് ഇസ്രായേല്യർ സീനായ് മരുഭൂമിയിൽ തന്നെയായിരുന്നു. അതിനാൽ അതേ പ്രദേശത്തുള്ള ഏതെങ്കിലും പട്ടണമായിരിക്കാനാണ് സാധ്യത. ജോർദാൻ നദിയുടെ കിഴക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ശുത്തീം പട്ടണമായിരിക്കാനും സാധ്യതയുണ്ട്. ബൈബിളിന്റെ വിവരണപ്രകാരം മൂസാ നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഇസ്രായേല്യർ ആ പട്ടണം ജയിച്ചടക്കിയത്. അതായത്, അക്രമികളായ ജേതാക്കളെപ്പോലെ അഹങ്കാരികളായി പ്രവേശിക്കരുത്. ദൈവഭക്തരെപ്പോലെ വിനീതരായി പ്രവേശിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയഘട്ടത്തിൽ ഇതേ നിലയ്ക്കാണ് മക്കയിൽ പ്രവേശിച്ചത്. ഹിത്വ എന്ന വാക്കിന് രണ്ടർത്ഥം പറയാവുന്നതാണ്. ഒന്ന്, തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കുക. രണ്ട്, കൊള്ളയും കൂട്ടക്കൊലയും നടത്തുന്നതിന് പകരം രാജ്യനിവാസികൾക്ക് സംരക്ഷണം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവേശിക്കുക. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. പക്ഷേ അവരോട് പറഞ്ഞതിനെ അതിക്രമകാരികൾ മാറ്റിമറിച്ച് മറ്റൊന്നാക്കിക്കളഞ്ഞു. ഒടുവിൽ അതിക്രമകാരികളുടെ മീതെ നാം വിണ്ണിൽ നിന്ന് ശിക്ഷയിറക്കി. അത് അവർ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളുടെ ഫലമായിരുന്നു. وَإِذِ اسْتَسْقَىٰ مُوسَىٰ لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. മൂസ തന്റെ ജനത്തിന് കുടിവെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുക. നാം പറഞ്ഞു, നിന്റെ വടികൊണ്ട് ആ പാറയിൽ അടിക്കുക. അപ്പോൾ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി. ഓരോ ഗോത്രവും അവർ വെള്ളമെടുക്കേണ്ട സ്ഥലം മനസ്സിലാക്കി. അല്ലാഹുവിന്റെ വിഭവങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. ഭൂമിയിൽ അധർമ്മകാരികളായി വിഹരിക്കാതിരിക്കുക എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. മൂസാ നബി അടിച്ച പാറ ഇപ്പോഴും സീനായ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സഞ്ചാരികൾ അത് പോയി കാണുന്നു. ഉറവിന്റെ വിടവുകൾ ഇന്നും അതിൽ കാണാനുണ്ട്. 12 ഉറവുകൾ പൊട്ടിയതിന്റെ കാരണം ഇസ്രായേല്യർ 12 ഗോത്രങ്ങളായിരുന്നുവെന്നതാണ്. അവർക്കിടയിൽ വെള്ളത്തെച്ചൊല്ലി തർക്കവും കലഹവും ഉണ്ടാകാതിരിക്കാനായി അല്ലാഹു ഓരോ ഗോത്രത്തിനും പ്രത്യേകം ഉറവകൾ ഒഴുക്കിക്കൊടുത്തു. وَإِذْ قُلْتُمْ يَا مُوسَىٰ لَن نَّصْبِرَ عَلَىٰ طَعَامٍ وَاحِدٍ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله
ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. നിങ്ങൾ പറഞ്ഞത് ഓർക്കുക, ഓ മൂസ, ഒരേ തരം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഞങ്ങൾക്ക് മടുത്തു. നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അവൻ ഞങ്ങൾക്ക് ഭൂമിയുടെ വിളവുകളായ ചീര, കക്കരി, ഗോതമ്പ്, പയർ, ഉള്ളി മുതലായവ വിളയിച്ചു തരട്ടെ. അപ്പോൾ മൂസ പറഞ്ഞു, നിങ്ങൾ വിശിഷ്ടമായ വിഭവങ്ങൾക്ക് പകരം താണവിഭവങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ശരി, ഏതെങ്കിലും നഗരത്തിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ തേടുന്നത് അവിടെ ലഭിക്കും. ഒടുവിൽ അവർ നിന്ദ്യതയിലും ദൈന്യതയിലും ദാരിദ്ര്യത്തിലും അകപ്പെട്ടു. അള്ളാഹുവിന്റെ കോപത്തിൽ വീഴുകയും ചെയ്തു. അവർ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത്. ധിക്കാരങ്ങൾ പ്രവർത്തിച്ചതിന്റെയും നിയമപരിധികൾ ലംഘിച്ചുകൊണ്ടിരുന്നതിന്റെയും. അനായാസം ലഭിച്ചുകൊണ്ടിരുന്ന മന്നും സൽവയും വിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് സമ്പാദിക്കേണ്ടിയിരുന്ന വിളവുകൾ ആഗ്രഹിക്കുന്നുവോ എന്നല്ല വിവക്ഷ. എന്ത് ലക്ഷ്യം സാധിക്കാനാണോ മരുഭൂവാസം നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്, അതിനെതിരിൽ കൃഷിപ്പണിയിലും ധനസമ്പാദനത്തിലും നിങ്ങൾക്ക് ഇത്രയധികം ആശയും അഭിരുചിയും തോന്നുന്നുവോ എന്നാണ്. അതിനായി ആ മഹത്തായ ഉദ്ദേശത്തെപ്പോലും കൈവെടിയാൻ നിങ്ങൾ തയ്യാറാവുന്നുവല്ലോ. ഇത്തരം ഭൗതിക വിഭവങ്ങളുടെ നഷ്ടം അല്പകാലത്തേക്ക് പോലും സഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലാതെ പോയോ? ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിന് പല രൂപങ്ങളുമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ശിക്ഷണ നിർദ്ദേശങ്ങളിൽ തങ്ങളുടെ സ്വേച്ഛകൾക്ക് വിരുദ്ധമായി കണ്ടത് സമ്മതിക്കാതെ തള്ളിക്കളയുക. രണ്ട്, ഒരു വിഷയം അള്ളാഹു അരുൾ ചെയ്തതാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ടുതന്നെ തികഞ്ഞ ധിക്കാരത്തോടും അഹങ്കാരത്തോടും അതിനെതിരെ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ കൽപ്പനയെ പാടെ അവഗണിക്കുകയും ചെയ്യുക. മൂന്ന്, അള്ളാഹുവിന്റെ അരുളപ്പാടുകളുടെ അർത്ഥവും ഉദ്ദേശ്യവും ശരിക്കും അറിഞ്ഞുകൊണ്ടുതന്നെ അവയെ ദേഹേച്ഛയ്ക്കൊത്ത് മാറ്റിമറിക്കുക. ഇസ്രായേല്യർ പ്രവാചകന്മാരെ വധിച്ച സംഭവങ്ങൾ അവർ തന്നെ അവരുടെ ചരിത്രത്തിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ചില സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കാം. ഒന്ന്, സുലൈമാൻ നബിക്കു ശേഷം ഇസ്രായേല്യരുടെ ഭരണകൂടം 2 രാഷ്ട്രങ്ങളായി. ജെറൂസലമിലെ യഹൂദിയ രാഷ്ട്രവും ശമര്യായിലെ ഇസ്രായേൽ രാഷ്ട്രവും. അതോടെ അവർക്കിടയിൽ യുദ്ധവും കലഹവും പൊട്ടിപ്പുറപ്പെട്ടു. അവസാനം യഹൂദിയ രാഷ്ട്രം സഹോദര രാഷ്ട്രമായ ഇസ്രായേലിനെതിരിൽ ദമസ്കസിലെ അരാം ഭരണകൂടത്തോട് സഹായം ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ദൈവാജ്ഞപ്രകാരം ഹനാനി പ്രവാചകൻ യഹൂദ രാജാവായ ആസയെ കഠിനമായി താക്കീത് ചെയ്തു. എന്നാൽ ആസ ആ താക്കീത് ചെവികൊള്ളുന്നതിന് പകരം ദൈവപ്രവാചകനെ കാരാഗൃഹത്തിലിടുകയാണ് ചെയ്തത്. 2, ഇല്യാസ് നബി ബഅലിനെ പൂജിക്കുന്നതിൽ യഹൂദരെ ആക്ഷേപിക്കുകയും തൗഹീദിന്റെ പ്രബോധനം വീണ്ടും അവരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ശാമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ ബഹുദൈവ വിശ്വാസിനിയായ ഭാര്യയെ പ്രീണിപ്പിക്കാനായി അദ്ദേഹത്തെ വധിക്കാൻ തുനിഞ്ഞിറങ്ങി. അദ്ദേഹത്തിന് സീനായ് മരുഭൂമിയിലെ പർവ്വതങ്ങളിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഇല്യാസ് നബി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു. 3, മറ്റൊരു പ്രവാചകനായ മീഖായാവിനെ അതേ ആഹാബ് സത്യം തുറന്നു പറഞ്ഞ കുറ്റത്തിന് കാരാഗൃഹത്തിലടയ്ക്കുകയും ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. 4, പിന്നീട് യഹൂദിയ രാഷ്ട്രത്തിൽ ബിംബാരാധനയും വ്യഭിചാരവും പരസ്യമായി നടന്നു തുടങ്ങുകയും സക്കറിയ നബി അതിനെതിരിൽ ശബ്ദമുയർത്തുകയും ചെയ്തു. അപ്പോൾ യഹൂദ രാജാവായ യോവാശിന്റെ ആജ്ഞപ്രകാരം ഹൈക്കൽ സുലൈമാനിയിൽ വിശുദ്ധാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. 5, അനന്തരം ശാമര്യയിലെ ഇസ്രായേൽ രാഷ്ട്രം അശൂറുകളുടെ കൈകളാൽ അസ്തമിക്കുകയും ജെറൂസലമിലെ യഹൂദി രാഷ്ട്രത്തിന്റെ മീതെ ഭയങ്കര നാശം തൂങ്ങി നിൽക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ
യിർമിയാഹ് നബി തന്റെ ജനതയുടെ അധപതനത്തിൽ ദുഃഖിതനായി പുറപ്പെട്ടു. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ച് ദൈവത്തിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക, അല്ലാത്തപക്ഷം നിങ്ങളുടെ പരിണാമം ശാമര്യയുടേതിനേക്കാൾ പരിതാപകരമായിരിക്കുമെന്ന് തെരുവുകൾ തോറും നടന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. എന്നാൽ സമുദായം അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യുത്തരം നാനാഭാഗത്തു നിന്നുമുള്ള പരിഹാസങ്ങളും ആക്ഷേപശകാരങ്ങളും അക്രമമർദ്ദനങ്ങളുമായിരുന്നു. അവർ അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിച്ചു, കാരാഗൃഹത്തിലടച്ചു, വിശന്നും ദാഹിച്ചും നരകിച്ചു മരിക്കാനായി കയറിൽ ബന്ധിച്ച് ചളി നിറഞ്ഞ കുഴിയിൽ താഴ്ത്തി. അദ്ദേഹം ജനദ്രോഹിയാണെന്നും പുറത്തുള്ള ശത്രുക്കളുമായി രഹസ്യവേഴ്ചയുണ്ടെന്നും ആരോപിച്ചു. 6. പ്രവാചകനായ ആമോസ് ശമര്യയിലെ ഇസ്രായേലി രാഷ്ട്രത്തിന്റെ ദുർമാർഗങ്ങളെയും ദുർവൃത്തികളെയും കുറിച്ച് ഗുണദോഷിക്കുകയും ദുശ്ചേതികളുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ നാടുവിട്ടു പോകാനും പുറത്തെവിടെയെങ്കിലും പ്രവാചകത്വം നടത്തിക്കൊള്ളാനും അദ്ദേഹം ശാസിക്കപ്പെട്ടു. 7. യഹൂദി രാജാവായ ഹെരോദയുടെ രാജധാനിയിൽ പരസ്യമായി നടമാടിക്കൊണ്ടിരുന്ന ദുർവൃത്തികൾക്കെതിരിൽ യഹ്യ നബി ശബ്ദമുയർത്തി. അപ്പോൾ രാജാവ് ആദ്യം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. പിന്നീട് കാമുകിയുടെ ആവശ്യമനുസരിച്ച് ആ പുണ്യാത്മാവിന്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ച് അവൾക്ക് സമർപ്പിച്ചു. 8. ഈസായുടെ നേരെ ഇസ്രായേൽ പണ്ഡിതന്മാരുടെയും സമുദായ നേതാക്കളുടെയും രോഷവും അമർഷവും ഇളകി വശായി. അവരുടെ ദുഷ്പ്രവർത്തനങ്ങളെയും അഹങ്കാരത്തെയും കപടനാട്യത്തെയും അദ്ദേഹം വിമർശിച്ചതായിരുന്നു കാരണം. അദ്ദേഹത്തിനെതിരിൽ അവർ കള്ളക്കേസുകൾ നിർമ്മിച്ചു. റോമ ഗവൺമെന്റിന്റെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വധിക്കാനുള്ള വിധി സമ്പാദിച്ചു. ഇന്ന് പെരുന്നാൾ ദിവസം പ്രമാണിച്ച് നിങ്ങൾക്കു വേണ്ടി യേശുവിനെയോ കവർച്ചക്കാരൻ ബറബ്ബാസിനെയോ ആരെയാണ് മോചിപ്പിക്കേണ്ടതെന്ന് റോമൻ അധികാരി പിലാത്തോസ് ചോദിച്ചപ്പോൾ ബറബ്ബാസിനെ മോചിപ്പിക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനക്കൂട്ടം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ജൂതജനതയുടെ കുറ്റങ്ങളുടെ ചരിത്രത്തിലെ അതിനീചവും നിന്ദാവഹവുമായ ഒരധ്യായത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ സംക്ഷിപ്തമായി ഈ സൂക്തത്തിൽ സൂചന നൽകുന്നത്. തെമ്മാടികളുടെയും അക്രമികളുടെയും മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാനായി പരിഷ്കർത്താക്കളെയും സജ്ജനങ്ങളെയും കാരാഗൃഹത്തിലിടാനും തൂക്കിലേറ്റാനും ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് അല്ലാഹുവിങ്കൽ നിന്നും കോപശാപങ്ങളല്ലാതെ മറ്റെന്താണ് ലഭിക്കുക? ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറാ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഉറപ്പായി അറിയുക, ഈ അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരോ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ സാബികളോ ആരുമാവട്ടെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടാനോ ദുഃഖിക്കാനോ ഇടയാകുന്നതല്ല. സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന യഹൂദരുടെ പൊള്ളവാദത്തെ ഖണ്ഡിക്കുകയാണിവിടെ. മറ്റു മനുഷ്യരോടില്ലാത്ത ഒരു പ്രത്യേക ബന്ധം തങ്ങളുടെ വംശത്തോട് അല്ലാഹുവിനുണ്ടെന്നും അതിനാൽ യഹൂദർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ മോക്ഷം ലഭിക്കുമെന്നും അവർ വാദിച്ചു. തങ്ങളല്ലാത്ത മറ്റു മനുഷ്യരെല്ലാം നരകത്തിലെ വിറകായിരിക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന മിഥ്യാവിചാരത്തിലും അവർ അകപ്പെട്ടു പോയിരുന്നു. ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കാനായി അവരെ ഉദ്ബോധിപ്പിക്കുന്നു. അല്ലാഹുവിങ്കൽ പരിഗണിക്കുന്നത് നിങ്ങളുടെ ഈ വംശീയതയല്ല, സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ്. ആ അമൂല്യ സമ്പത്തുമായി അല്ലാഹുവിന്റെ മുമ്പിലെത്തുന്നവർ ആരായാലും അവർക്ക് തികഞ്ഞ പ്രതിഫലം ലഭിക്കും. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ